ബോയിങ്, എയർബസ് എന്നീ രണ്ട് എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനികളാണ് നമുക്കുള്ളത്. യൂറോപ്യൻ കൺസോർഷ്യത്തിൻ്റെ കെയർ ഓഫിലുള്ള എയർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് എയർബസ്. അതിനകത്ത് ഫ്രാൻസാണ് അതിൻ്റെ ആസ്ഥാനം. ജർമ്മനി, ബ്രിട്ടൻ, സ്പെയിൻ, പിന്നെ ഫ്രാൻസും ചേർന്നിട്ടുള്ള ഒരു കൺസോർഷ്യമാണ് എയർബസിൻ്റെ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ അവരുടെ സ്പോൺസേഴ്സ്. എന്നാൽ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ബോയിങ്. ഇതിന് വലിയൊരു ലെഗസി ഉണ്ട്. 1916 ആരംഭിച്ച ഒരു കമ്പനിയാണ് ബോയിങ്. അപ്പോൾ ബോയിങ്ങും എയർബസുമാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ എയർക്രാഫ്റ്റിൻ്റെയും നിർമ്മാണം നടത്തിയിട്ടുള്ളത്. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പോലും എയർക്രാഫ്റ്റുകൾ വിതരണം ചെയ്യുന്നത് പിന്നെ എയർബസും ബോയിങ്ങുമാണ്. റഷ്യയും ചൈനയും സ്വന്തമായി എയർക്രാഫ്റ്റ് നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അവരുടെ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇപ്പോഴും ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമാണ്. എന്നാൽ ബോയിങ്ങിൻ്റെയും എയർബസിൻ്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ എയർബസ് ആരംഭിച്ചത് 1970-കളിൽ മാത്രമാണ്, കേവലം 70-കളിൽ. 2005 അവർ ലോഞ്ച് ചെയ്ത എയർബസ് 380 പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എയർബസിൻ്റെ 380 പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കണം. 1990-കളിൽ ആരംഭിച്ച ഒരു റിസർച്ചിൻ്റെ പര്യവസാനമാണ് 2005 ലോഞ്ച് ചെയ്ത എയർബസ് 380. ഇന്ന് 2025 എത്തുമ്പോൾ അതിൻ്റെ 20ാമത്തെ വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എന്തിനാണ് നമ്മൾ എയർബസ് 380 ഇത്രയും ആഘോഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ പാസഞ്ചർ എയർക്രാഫ്റ്റാണ് എയർബസ് 380. ഡബിൾ ഡെക്കർ പാസഞ്ചർ എയർക്രാഫ്റ്റാണ് എയർബസ് 380. ബോയിങ് ഉൾപ്പെടെയുള്ള ബോയിങ്ങിന് ഇതുപോലുള്ള ഒരു എയർക്രാഫ്റ്റ് നിർമ്മാണം ഇതുവരെ സാധ്യമായിട്ടില്ല എന്നല്ല, അവരതിന് ശ്രമിച്ചിട്ടില്ല. അവരുടെ ഏറ്റവും വലിയ വിമാന എയർക്രാഫ്റ്റ് ബോയിങ് 747 ആണ്. അവരൊരു സൂപ്പർ ജംബോ ജെറ്റ് നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയായിരുന്നു നിന്നിരുന്നതെങ്കിലും 1990-കളിൽ ഇവരുടെ ഗെയിം ചേഞ്ചറായിട്ട് എയർബസ് ഇതിൻ്റെ റിസർച്ചും ഡെവലപ്മെൻറ്റും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇതിൻ്റെ റിസർച്ചും ഡെവലപ്മെൻറ്റിൻ്റെയും ഭാഗമായിട്ട് അവർ തുടങ്ങി വെച്ച പ്രവർത്തനം പകുതി വഴിയിലെത്തിയപ്പോൾ ബോയിങ് ഇതുപോലെ ഉള്ള ഒരു ഡബിൾ ഡെക്കർ ഹെവി പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മാണം അനൗൺസ് ചെയ്യുകയും എയർബസ് അവരുടെ പ്രവർത്തനത്തിൻ്റെ പകുതി വഴിയിലെത്തി റിസർച്ചുകൾ നടത്തുമ്പോഴാണ് ഈ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വലിയൊരു കോമ്പറ്റീഷൻ അവരുടെ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. തുടർന്ന് രണ്ട് കൂട്ടരും തങ്ങളുടെ രീതിയിൽ ഇതിൻ്റെ ഡിസൈനിങ്ങും ഡെവലപ്മെൻറ്റും റിസർച്ചുമായിട്ട് മുമ്പോട്ട് പോവുകയും ഒരു ഘട്ടത്തിൽ ബോയിങ് ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ള വലിയ എയർക്രാഫ്റ്റിന് ഭാവിയില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ബോയിങ് ഇതിന് പിന്മാറിയത്. എന്നാൽ എയർബസ് ഇതിലുള്ള നിക്ഷേപവും പ്രത്യേകിച്ച് റിസർച്ചും ഡെവലപ്മെൻറ്റും തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവരൊരു ഡിസൈൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഒരു ഡിസൈൻ കണ്ടെത്തുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷമാണ് ഡിസൈൻ കണ്ടെത്തിയത്. കാരണം ഒരു വലിയൊരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുമ്പോൾ എയർക്രാഫ്റ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കടമ്പകൾ കടക്കേണ്ടിയിരുന്നു. അങ്ങനെയാണ് ഡബിൾ ഡെക്കർ ഒരു എയർക്രാഫ്റ്റ് അവർ ഡിസൈൻ ചെയ്തത്. അങ്ങനെ ആ ഡിസൈനിങ്ങിന് ശേഷം അവർ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നു. നിർമ്മാണ ഘട്ടങ്ങളിൽ അവർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റാണ്. ഇതിൻ്റെ പാർട്സൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഹെവി പാർട്സുകൾ, ഫ്യൂസേജും അതുപോലെ തന്നെ വിങ്സും ഒക്കെ തന്നെ എത്തിക്കേണ്ടിയിരുന്നു. ഇതിൻ്റെ ഒരു ഹെവി വെയ്റ്റ് ആൻഡ് ഹെവി ബിഗ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എത്തിക്കുക എന്നുള്ളത് വലിയ പാടായിരുന്നു. അതിനൊക്കെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അവർ 2000 തന്നെ ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുകയും 2005 ഏപ്രിൽ 27 ഇത് ആദ്യമായി പരീക്ഷണ പറക്കൽ നടത്തുകയും ചെയ്തു. പരീക്ഷണ പറക്കൽ വിജയകരമായിരുന്നു. എല്ലാ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എല്ലാ സർട്ടിഫിക്കറ്റും അവർക്ക് കിട്ടി, സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടുകയും അവർ ഇതിനെ കൊമേഴ്ഷ്യലായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് വന്ന എയർലൈൻ സർവീസ് കമ്പനീസ് എന്ന് പറയുന്നത് സിംഗപ്പൂർ എയർലൈൻസും എമിറേറ്റ്സുമാണ്. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഓർഡറുകളാണ് അവർക്ക് ആദ്യം
ലഭിക്കുന്നത്. അങ്ങനെ അവർ 2005 ഇത് ഡെലിവറി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി പിന്നെ കടന്നു വരുന്നത്. അവരുടെ ഇലക്ട്രിക് സംവിധാനം, എയർബസ് 380യുടെ ഇലക്ട്രിക് സംവിധാനം തകരാറിലാണ് എന്നുള്ള ഒരു കാര്യം കണ്ടെത്തുകയാണ്. അങ്ങനെ അവർ ആ ഇലക്ട്രിക് സംവിധാനം മൊത്തം റീവയറിങ് ചെയ്യേണ്ടി വരികയാണ്. അങ്ങനെ റീവയറിങ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ടാസ്ക്കായി മാറി. കാരണം 500ഓളം കിലോമീറ്ററുകളാണ് അതിൻ്റെ വയറുകൾ മൊത്തം പുറത്തെടുത്ത് റീവയറിങ് ചെയ്യുമ്പോൾ ആ വയറിൻ്റെ നീളം വരിക. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്ന വഴി അവർക്ക് കോസ്റ്റ് പിന്നെയും കൂടി. ഡെലിവറിങ് ടൈം പിന്നെയും 2 വർഷത്തേക്കും ഡിലേ ചെയ്തു. പല ഓർഡറുകളും റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിലും സിംഗപ്പൂർ എയർലൈൻസും എമിറേറ്റ്സും നൽകിയ ഓർഡറുകൾ നിലനിൽക്കുകയും അവർ അതുമായി മുമ്പോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ 2007 ഇത് ഡെലിവറി നടത്തുകയും എയർബസ് 380 ആദ്യമായി പാസഞ്ചേഴ്സിനെ വഹിച്ചുകൊണ്ട് എയറിൽ ആവുകയും ചെയ്യുകയായി. അങ്ങനെ ഏകദേശം $25 മില്യൺ ഒരു പ്രൊജക്റ്റാണ് യാഥാർത്ഥ്യമായത്. 2021 വരെ ഇത് മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2019 എയർബസ് അനൗൺസ് ചെയ്തു ഈ ഒരു പാസഞ്ചറിന് ഇനി ഫർദർ ഓർഡറുകൾ ലഭിക്കാത്തതുകൊണ്ട് ഈ പാസഞ്ചർ എയർക്രാഫ്റ്റ് 2021 സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഏകദേശം 251 എയർബസ് 380 വിമാനങ്ങൾ 251 വിവിധ എയർലൈൻ കമ്പനികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റോപ്പേജ് വരാൻ കാരണം എയർലൈൻ കമ്പനികൾക്ക് പിന്നീട് അതിലേക്ക് ഇത്രയും വലിയ ഹെവി എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് ആൻഡ് ഇറ്റ്സ് ഫ്ലൈയിങ് കോസ്റ്റ് ഇതെല്ലാം അവർക്ക് ബാധിച്ചതുകൊണ്ട് അവരത് ഓർഡർ നിർത്തിയതുകൊണ്ട് കമ്പനി അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇതൊരു വലിയ ഒരു മുന്നേറ്റമായിരുന്നു. ഇന്നോവേഷൻസിൻ്റെ കാര്യത്തിൽ, ടെക്നോളജിയുടെ കാര്യത്തിൽ എയർബസ് മാർക്കറ്റിൽ നൽകിയ ഒരു വലിയ ഒരു പ്രചോദനം ഈ എയർബസ് 380 തന്നെയാണ്. അങ്ങനെ എയർബസ് 380യുടെ 20ാമത്തെ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു.